വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടൂളുകൾ നിറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് ഫോട്ടോഷോപ്പ്. അപ്പോൾ ആ ഇൻട്രസ്റ്റിംഗ് ആയ ടൂളുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ചില ടൂളുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ടൂളിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. നമ്മുടെ ഫോട്ടോഷോപ്പിലെ ടൂൾ ബോക്സിൽ 7ാമത്തെ സെക്ഷൻ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, ഇതാണ് അതിൻ്റെ ഐക്കൺ. ഇതിൻ്റെ ഐക്കൺ കാണുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു ബാൻഡേഡ് പോലെയുള്ളൊരു ഐക്കണാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ജെ. കീബോർഡിൽ ജെ എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിതിനെ ഡയറക്റ്റ് ഷോർട്ട് കട്ട് കീ വഴി നമുക്ക് ഈ ടൂള് എടുക്കാവുന്നതാണ്, സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂള് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായി നമുക്കൊരു ഇമേജ് ഓപ്പൺ ചെയ്യാം. ഞാനൊരു ഇമേജ് എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അത് ഇപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റോൺ ഇങ്ങനെ എടുത്ത് വെച്ചാൽ അതൊരു സ്പായുടെ ഒരു അതിനോട് അനുബന്ധപ്പെട്ട ഒരു ഇമേജാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഇമേജിൽ നിന്ന് ഈ സ്റ്റോൺ എടുത്ത് കളയണം. ഈ സ്റ്റോൺ എടുത്ത് കളയാനായിട്ട് നമുക്ക് ഈ ടൂള്, ഈ സ്പോട്ട് ഹീലിംഗ് ടൂള് ബ്രഷ് ടൂള് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിതിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം ഈ ഒരു വലിപ്പം. പിന്നെ അതിൻ്റെ സൈസ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ സൈസ് ഉണ്ട്. ഈ സൈസിൻ്റെ അവിടെ ഇത് കുറക്കാനും കൂട്ടുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഇത്ര പിക്സൽസ് എന്നുള്ള ഇതിൽ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രഷിൻ്റെ സൈസ് കൂടിയിരിക്കുന്നത്. പിന്നെ ഇത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ആ സൈസ് നമുക്ക് അനുയോജ്യമായ രീതിയിൽ എടുക്കാവുന്നതാണ്. ഇത് ബ്രഷിൻ്റെ ഹാർഡ്നെസ് ആണ്. ഈ ഹാർഡ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബ്രഷിൻ്റെ അപ്ലൈ ചെയ്യുക നേരത്തുള്ള അതിൻ്റെ പ്രഷർ, അതിൻ്റെ ഹാർഡ്നെസ്സുമാണ് ഇവിടെ നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ പോർഷനിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഈ പോർഷനിൽ ഇവിടെ കൂടിയും കുറയുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫുള്ളിലേക്കാണ് ഇട്ടിരിക്കുന്നത്, ഏകദേശം 100% ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പേസിംഗ് ആണ്. ഈ സ്പേസിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടൊരു വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഈ സ്പേസിങ്ങിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് ഈ ബ്രഷ് ടൂള്, ഹീലിംഗ് ബ്രഷ് ടൂള് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സൈസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സൈസിലേക്ക് എടുത്തു. ഈ ബ്രഷ് ടൂള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഈ ബ്രഷ് സെലക്ട് ചെയ്തു നമ്മൾ ഈ സ്റ്റോണിൻ്റെ അവിടെ നേരെ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്ര ഒരു പോർഷൻ ഇതായിരിക്കുന്നത്. അതേപോലെ പിന്നെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം പിന്നെ അടുത്ത പോർഷൻ ക്ലിയറായി. ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അടുത്ത ഈ പോർഷൻ ക്ലിയറായി. അങ്ങനെ ഞാനൊരു കുറച്ച് ക്ലിക്സ് അങ്ങനെ കൊടുക്കുകയാണ്. ഏകദേശം അത് കുറഞ്ഞു വരുന്നത് കാണാം. മാർക്ക് ഉണ്ടായിരുന്നതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ അവിടെ ആ സ്റ്റോൺ ക്ലിയർ ആയിക്കണത് കാണാം. ഇത് ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സറൗണ്ടായിട്ടുള്ള ഉള്ള സ്കിൻ ടോൺസ് അത് ക്യാച്ച് ചെയ്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ള ഒരു ടൂളാണ്. കാര്യം നമുക്ക് ചില മുഖക്കുരുകളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളയാനായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഇതിൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്നുള്ളതാണ്. ഹീലിംഗ് ബ്രഷ് ടൂൾ, ഹീലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കരിച്ച് കളയുക, ഉണക്കിക്കളയുക. അതായത് ഒരു മുറിവുണ്ടെങ്കിൽ അതിനെ ഉണക്കുക, കരിഞ്ഞു പോയി അങ്ങനെയുള്ള പറയുമ്പോൾ ഹീലിംഗ് എന്നുള്ള ഒരു വേർഡ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫക്ട് ഇത് തന്നെയാണ് നമ്മുടെ ഈ ഫോട്ടോഷോപ്പിലും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് കളഞ്ഞു നോക്കാം. ഇപ്പോൾ 2ാമത്തെ സ്റ്റോണും കളഞ്ഞു, 3ാമത്തെ സ്റ്റോൺ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന്, അതായത് അധികം കൂടുതൽ വൈഡായിട്ട്, അതായത് ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ക്ലിക്ക് ചെയ്യരുത്. അതിന് അതിൻ്റെ പറ്റുന്ന ഓരോ പോർഷനായിട്ട് ക്ലിക്ക് ചെയ്ത് കളയുക. ഇതിൻ്റെ ആവശ്യാനുസരണം ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യുക. ഇങ്ങനെയാണിത് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ അത് ഏകദേശം ഇവിടെ ഒരു പാടുകളുണ്ട്, ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അത് നമുക്ക് പതുക്കെ ഇച്ചിരി ബ്രഷിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് കളയാം. ഇപ്പോൾ ഏകദേശം അത് പോയിട്ടുണ്ട്. ഇനി 4ാമത്തെ സ്റ്റോൺ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അതും ഇതേമാതിരി തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കളയാവുന്നതാണ്.
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ പതുക്കെ ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു സ്കിൻ ടോണിനെ അത് ഇതിൻ്റെ അകത്തേക്ക് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ക്ലിക്ക് ചെയ്ത് കളയണം. അതായത് ഒരു ടോൺ എടുത്തിട്ട് നേരെ എടുത്തിട്ട് ഹാർഡായിട്ട് അങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാച്ച് മാർക്ക് അവിടെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ചെറിയൊരു പാച്ച് മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് സോഫ്റ്റായിട്ട് ഓരോ സൈഡിൽ നിന്ന് അങ്ങനെ ക്ലിക്ക് ചെയ്ത് അത് അതിൻ്റെ പാച്ച് മാർക്ക് പരമാവധി കളയാവുന്നതാണ്. സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൂള് ഉപയോഗിക്കുന്നത്. ഈ ടൂള് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ നമ്മളൊരു മുഖത്ത് ഒരു കുരു കളയുവാനായിട്ടോ സിംഗിളായിട്ടുള്ള ഒരു കുരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് കളയാനായിട്ടൊക്കെ കൂടുതൽ ഈ ടൂള് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഈ പൂവൊന്ന് കളഞ്ഞു നോക്കാം. ഓരോ പൂവായിട്ട് ഞാനത് കളഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് നോക്കി പ്രഷർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പതുക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ സറൗണ്ടായിട്ടുള്ള ടോൺ എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് ഫോട്ടോഷോപ്പ് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. ഏകദേശം ആ പൂ പോയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇങ്ങനെ നമുക്ക് ഓരോ ഇതും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതിലും കൂടുതൽ ഇച്ചിരി യൂസബിളായിട്ടുള്ള ടൂൾസ് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള മാർക്കുകളെ അങ്ങനെയൊക്കെ മായ്ച്ച് കളയുവാനായിട്ട് നമുക്ക് ഈ ടൂള് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഈ ടൂള് എപ്പോഴും നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് ചെയ്തുള്ള ഒരു പ്രാക്ടീസാണ്. കാരണം നേരെ സ്ട്രെയിറ്റ് പോയിട്ട് ഒറ്റടിക്കാണ്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിയർ ആവണമെന്നില്ല. നമ്മളപ്പോൾ അത് ട്രൈ ചെയ്ത് അത് നമ്മുടെ ആ ടൂള് നമ്മുടെ കയ്യിലേക്ക് വഴക്കിയെടുക്കേണ്ടതാണ്. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടൂള് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഇത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വരുന്നതാണ്. ഇപ്പോൾ അവിടെ ആ പൂവും കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോൺ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന സ്റ്റോണും പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ടൂള് ഉപയോഗിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ളൊരു ടൂളാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് ഇത് വഴങ്ങുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക.